വല്ലാത്തൊരു സൈബർ അധിക്ഷേപം നേരിടുന്നുണ്ട് വയനാടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു പരാതി വന്നിട്ടുണ്ട്. നമ്മൾ ആ വാർത്തയിലേക്കാണ്. വയനാട്ടിലെ കോൺഗ്രസിന്റെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതായി പരാതി. പാർട്ടി അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കെപിസിസി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസാണ് പോലീസിൽ പരാതി നൽകിയത്. കോൺഗ്രസിനെതിരെ സൈബർ ആക്രമണം നടക്കുന്നുവെന്നും തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ സ്വാധീനിക്കാനുള്ള ശ്രമമാണെന്നും പരാതിയിൽ പറയുന്നു. അതേസമയം വിഷയം ആയുധമാക്കുകയാണ് LDF. ഷഹബാസ് അഹമ്മദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഷഹബാദ്, ഗുഡ് മോർണിംഗ് ഷഹബാസ്. ഹാപ്പി ഈസ്റ്റർ. ചുരുക്കത്തിൽ വയനാട് ഇന്നലെ വൈകുന്നേരം മുതൽ വലിയ സോഷ്യൽ മീഡിയയിൽ ആക്രമണമാണ്. ഒരർത്ഥത്തിൽ ഈ KPCC പ്രസിഡന്റ് കണക്ക് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ കൂട്ടത്തോടെയാണ് UDF കടന്നാക്രമിക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിനെ പരാതി നൽകാൻ പോവുകയാണോ ദീപ്തി വരുകയും അതോ പരാതി നൽകിയോ? എങ്ങനെയാണ് ഇത് കോൺഗ്രസിനെ നേരിടാൻ പോകുന്നത് ഷഹബാസ്? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഹാപ്പി ഈസ്റ്റർ. കോൺഗ്രസിന്റെ വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തു വന്നതിന് പിന്നാലെ വലിയ ആരോപണങ്ങളും ഒപ്പം വലിയ സംശയങ്ങളും ഒക്കെയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഏറെ കാത്തിരിപ്പിനും വിവാദങ്ങൾക്കും ഒടുവിലാണ് ഈ കണക്കുകൾ കോൺഗ്രസ് പുറത്തുവിട്ടത്. പക്ഷേ ആ കണക്കുകൾ പുറത്തു വന്ന ശേഷവും വിവാദങ്ങൾ അവസാനിക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ പുറത്തുവിട്ട കണക്കുകളിൽ പല സംശയങ്ങളും ഉന്നയിച്ചുകൊണ്ട് അത് രാഷ്ട്രീയ ആയുധമായി ഏറ്റെടുക്കുകയാണ് ഇടതുമുന്നണി. ഈ 5.5 കോടി മാത്രമേ പിരിച്ചുള്ളൂ എന്നും ആ പണം കൊണ്ട് പൂർണ്ണമായും സ്ഥലം വാങ്ങിയെന്നും ബാക്കി തുകയൊന്നും ബാക്കിയില്ല എന്നതുമൊക്കെ വലിയ സംശയങ്ങളൊക്കെ ഉയർത്തിയാണ് ഇടതുമുന്നണിയും അതിന്റെ രാഷ്ട്രീയ ആയുധമായി ഏറ്റെടുക്കുന്നത്. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് ആകട്ടെ അത് നിയമപരമായി നേരിടാൻ ഒരുങ്ങുകയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് പരാതി നൽകിയിരിക്കുന്നത്. കോൺഗ്രസിനെതിരെ ഉയരുന്നത് വ്യാജ ആരോപണങ്ങളാണ്. വ്യാജമായ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് വ്യാജമായ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കോൺഗ്രസിനെതിരെ വ്യാപകമായ സൈബർ അറ്റാക്കാണ് ഇടതുപക്ഷ ഹാൻഡിലുകൾ നടത്തുന്നതെന്നാണ് ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് പരാതിയിൽ പറയുന്നത്. കോൺഗ്രസിന്റെ പ്രതിച്ഛായ തകർക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ട് വളരെ ആസൂത്രിതമായ നീക്കമാണ് നടക്കുന്നത്. ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിക്കൊണ്ട് കോൺഗ്രസിന്റെ പ്രതിച്ഛായ അത് മങ്ങലേൽപ്പിക്കാനുള്ള നീക്കമാണ് ഇടതുമുന്നണിയുടെ ഭാഗത്തുനിന്ന് സൈബർ ഹാൻഡിലുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നാണ് ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് പരാതിയിൽ പറയുന്നത്. ഇത്തരത്തിലുള്ള വ്യാജ സ്ക്രീൻഷോട്ടുകളും വ്യാജ വിവരങ്ങളും വെച്ച് കോൺഗ്രസിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ഈ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അരുൺകുമാർ. ഓക്കെ, ഷഹബാസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.